നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ ഭർത്താവ് എന്നോടൊക്കെ പറഞ്ഞത്. ആന്റി, കൂടുതൽ ചോദിച്ച ആന്റി ഞങ്ങൾ വിഷമിപ്പിക്കുന്നില്ല. ആന്റി റെസ്റ്റ് എടുത്തോ. കിരൺ, അർജുൻ, താൻ അത്യാവശ്യമായിട്ട് ഓഫീസിലേക്ക് ഒന്ന് വരണം. എന്താ കാര്യം? ഒരു ചെറിയ പണി വരുന്നുണ്ടോ എന്നൊരു സംശയം. പണിയോ? അഞ്ജനയുടെ ഭർത്താവ് അരവിന്ദൻ ഒരു പരാതി തന്നിട്ടുണ്ട്. എന്താ? അഞ്ജനെ പൂജയും മതവും കൂടി തട്ടിക്കൊണ്ടുപോയി. അതിന് അഡ്വക്കേറ്റ് അർജുൻ ഒത്താശ ചെയ്തു കൊടുത്തു. ഓ, അങ്ങനെയൊക്കെയാണോ പരാതി? ആ, അരവിന്ദനെ മർദ്ദിച്ച് അവശനാക്കിയതിനു ശേഷമാണ് ഭാര്യയെ തട്ടിക്കൊണ്ടുപോയത്. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്. പരാതി കൊടുത്തിരിക്കുന്നത് നമ്മുടെ സിയുടെ മുന്നില. കുഴപ്പമാകുന്നതിന്റെ സൂചനകൾ സിയെ തന്നു കഴിഞ്ഞു. ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുക്കുമെന്ന്. ഓ, ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ സ്വാതി മിസ്സിംഗ് ആണ്. മൈ ഗോഡ്, എങ്ങനെ മിസ്സായത്? ഇവിടെ അതൊക്കെ നേരിട്ട് പറയാം. നമ്മൾ കുറച്ചൊന്ന് വിയർക്കുന്ന ലക്ഷണമുണ്ട് അർജുൻ. ഞാൻ ഉടനെ എത്താം. ബാക്കിയൊക്കെ നമ്മൾ നേരിട്ട് സംസാരിക്കാം. ശരി. അർജുൻ സർ, പൂജിച്ചി. എന്താ സ്നേഹ? എന്താ വല്ലാതിരിക്കുന്നത്? എന്താ ആന്റി? അത് ഇത്രയും കാലം നമ്മളൊക്കെ ആ കമ്മീഷണറുടെ പുറകെ ആയിരുന്നില്ലേ? അഞ്ജന ചേച്ചിയുടെ സഹോദരൻ കമ്മീഷണർ ഹേമചന്ദ്രൻ. അയാള് ജീവിച്ചിരിപ്പില്ല. എന്താ ആന്റി? അതെ പൂജിച്ചി, കമ്മീഷണർ ജീവിച്ചിരിപ്പില്ല. അയാൾ കൊല്ലപ്പെട്ടു. കൊന്നത് അഞ്ജന ആന്റിയുടെ മകനും. അതെ, അഞ്ജന ചേച്ചിയുടെ മകൻ കമ്മീഷണറുടെ വാഹനത്തിന്റെ ബ്രേക്ക് കേടാക്കി. ആ അപകടത്തില് കമ്മീഷണർ കൊല്ലപ്പെട്ടു. എവിടെ വെച്ചായിരുന്നു സംഭവം? അതൊന്നും അവർക്കറിയില്ല. അവര് ബോഡി വിട്ട് കണ്ടിട്ടുമില്ല. അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് പറഞ്ഞിട്ടുള്ള അറിവാണ്. അപ്പോ മോനെ, നമ്മൾ ഇത്രയും കാലം കമ്മീഷണർ എന്ന് പറഞ്ഞ് പേടിച്ചിരുന്നത് ഒരു കാര്യമില്ലാതായിരുന്നല്ലേ? അഞ്ജനെ ഇവിടെ കൊണ്ടുവന്നതും താമസിപ്പിച്ചതും ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതൊക്കെ കമ്മീഷണർ എന്ന ഒറ്റൊരാളിനെ മുൻനിർത്തിയല്ലേ? ഇതിപ്പോ അമ്മ വീട്ടിൽ നിന്ന് പോയി. അമ്മയെ കാണാതെ ആദ്യം പിടിച്ച് നിൽക്കുന്നതും ഈ കമ്മീഷണർ കാരണമല്ലേ? അമ്മേ, കമ്മീഷണർ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് പുതിയ അറിവ് തന്നെയാണ്. പക്ഷേ സ്വാതി കേസ്, അതിന്റെ പിന്നിൽ കമ്മീഷണർ അല്ല. അതിന് പിന്നില് പ്രിയാണെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ഒരു ദുഷ്ടന്റെ മരണം അയാളുടെ കർമ്മബലം പോലെ ആയെന്നങ്ങ് കരുതിയാൽ മതി. അവൻ അർഹിച്ച ശിക്ഷ കാലം കൊടുത്തു. വാളെടുത്തവൻ വാളാൽ, അത്രേ ഉള്ളൂ. പല കുടുംബത്തെ ഇല്ലാതാക്കിയവൻ അവന്റെ കുടുംബത്തിലെ വ്യക്തി കാരണം തന്നെ ഇല്ലാതായി. നമുക്ക് ഇനി അവനൊരു തലവേദന ആവില്ലല്ലോ. പക്ഷെ എനിക്കൊരു ഡൗട്ട്. കമ്മീഷണർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ റാണി എവിടെയാണെന്നുള്ളതാ. അതിനർത്ഥം അവൾ എവിടെയോ മറഞ്ഞിരിക്കുന്നത് തന്നെയല്ലേ? കമ്മീഷണർ മരിച്ചുവെങ്കിൽ റാണി എവിടെ? അവൾ ഇതിനകം നമ്മുടെ മുമ്പിൽ വന്നേനെ. കമ്മീഷണർ ആയിരിക്കും റാണി രക്ഷപ്പെടുത്തി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതും. റാണിയെ കണ്ടെത്തിയാലേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അത് ശരിയാ. കാരണം അഞ്ജന ചേച്ചി 24 മണിക്കൂറും പറയുന്നത് റാണിയെ കുറിച്ച് മാത്രം. അതെ, അതൊരു വലിയ പ്രതീക്ഷ അഞ്ജനാമ്മയ്ക്ക്. സ്വന്തം മകളല്ലേ, അവൾ എത്ര വലിയ ദുഷ്ടയാണെങ്കിലും അമ്മയ്ക്ക് മകള് തന്നെയാകും.
അവൾ എവിടെയാണെന്നോ അവൾക്ക് എന്ത് സംഭവിച്ചൊന്നും അറിയാതെ ഒരമ്മയ്ക്കുണ്ടാവുന്ന നീറ്റൽ നമുക്ക് ഊഹിക്കാലോ. അതുകൊണ്ട് റാണി എത്രയും വേഗം കണ്ടെത്താൻ ശ്രമിക്കണം. സത്യം പറയാം അർജുൻ സർ, കമ്മീഷണർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ജീവിതത്തിൽ കേട്ട ഏറ്റവും നല്ലൊരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, എന്തായാലും കമ്മീഷണർ ജീവിച്ചിരിപ്പില്ല എന്നുള്ള സ്ഥിതിക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അഞ്ജനെ തിരിച്ചു കൊണ്ടുവന്നാക്കാം. ആ അത് വേണ്ടമ്മേ. ഞാൻ പറഞ്ഞല്ലോ, കമ്മീഷണറെ ചേർക്കാൻ വേണ്ടിയാ നമ്മൾ അഞ്ജനാമ്മയെ കൊണ്ടുവരുന്ന കാര്യം ആദ്യം ചിന്തിച്ചത്. പക്ഷേ ഇപ്പൊ അഞ്ജനാമ്മ എന്നെ സംബന്ധിച്ച് കമ്മീഷണറിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു രക്ഷാകവചം അല്ല. സ്വപ്നങ്ങളും പ്രതീക്ഷയും ആഗ്രഹങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട ഒരു പാവ സ്ത്രീയാ. തിരിച്ചു പോകണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമ്മയ്ക്കിവിടെ നമ്മളോടൊപ്പം നിൽക്കണം എന്ന ആഗ്രഹം. എത്രയോ കാലത്തിന് ശേഷം അവർ സ്നേഹം അറിഞ്ഞു തുടങ്ങുന്നത് ഞാനും മധു ആന്റിയും ചെന്ന് സംസാരിക്കുമ്പോഴാ. അവരുടെ കാര്യം നമുക്ക് സാവകാശം ചിന്തിക്കാമേ. എന്നാ പിന്നെ അഞ്ജനയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അമ്മ എവിടെ? അമ്മ അന്വേഷിക്കണ്ടേ? ആ പറഞ്ഞില്ല അമ്മേ, അച്ഛമ്മ വൈകിട്ട് വരും. അർജുൻ, ഞാൻ മുമ്പും പറഞ്ഞു, ചില സമയത്ത് എനിക്ക് ചില തോന്നലുകൾ വരും. ആ തോന്നലുകൾ ശരിയാവുകയും ചെയ്യും. അമ്മയെ സംബന്ധിച്ചും അത്ര സുഖമല്ലാത്ത തോന്നലുകൾ മനസ്സിൽ വരിക. ഹലോ മധു. ഹലോ നന്ദേട്ടാ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. എന്താ മധു? അഞ്ജന ചേച്ചി ഇവിടെയുണ്ട്. അവിടെ വീട്ടിൽ വന്നിട്ട് പ്രശ്നമായല്ലോ. പോവാനൊരു ഇടവുമില്ല. പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് പൂജ അർജുനും കൂടി ആലോചിച്ച് ഇവിടെ അങ്ങ് താമസിപ്പിക്കാൻ തീരുമാനിച്ചു. അമ്മയുടെ കണ്ണിൽ പെടാതെ നോക്കിയെങ്കിലും അമ്മ അവസാനം കണ്ടു. വലിയ ബഹളായി. അമ്മ ഇറങ്ങിപ്പോയി. അവിടെ എത്തിയല്ലോ അല്ലേ? എന്തെങ്കിലും പറഞ്ഞോ അമ്മ? അമ്മ വന്നിട്ടില്ല മധു. എന്താ നന്ദേട്ടാ, അമ്മ വന്നിട്ടില്ലേ? അമ്മ വന്നിട്ടില്ല എന്ന് എപ്പോഴാ തിരിച്ച്? ഇവിടെ എത്തേണ്ട സമയമായോ? എത്തേണ്ട സമയം കഴിഞ്ഞു. അയ്യോ ഈശ്വര, അമ്മ ഇത് എവിടെ പോയതാ? നീ വിഷമിക്കാതെ. അമ്മ ഏതെങ്കിലും അമ്പലത്തിൽ പോയതായിരിക്കും. പേടിക്കണ്ട. എന്താ നന്ദിയുടെ കാര്യം? ആരാ സംസാരിക്കുന്നത്? മധുവാ. തന്നെ എന്താ മധു? കാര്യം പറയുമ്പോ ചേച്ചി വിഷമിക്കരുത്.